ഇന്ത്യൻ അതിർത്തി രാജ്യമായ മ്യാൻമറിലെ തായ്ലൻഡ് എംബസിക്ക് മുന്നിൽ നിന്നുമുള്ള ദൃശ്യമാണിത്. രാജ്യത്തെ യുവാക്കൾ ഒന്നടങ്കം അയൽരാജ്യമായ തായ്ലൻഡിലേക്ക് കൂട്ടപലായനം ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ഏതു നിമിഷവും മ്യാൻമറിൽ അധികാരത്തിലുള്ള ഹുന്ത ആർമി ഇവരെ തേടി വന്നേക്കാം. പട്ടാള ഭരണം നിലവിലുള്ള മ്യാൻമറിൽ രാജ്യത്തിലെ പൗരന്മാർക്ക് മിലിറ്ററി സേവനം നിർബന്ധമാക്കിയ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ യുവാക്കൾ ഒന്നടങ്കം ഏറ്റവും എളുപ്പം വിസ ലഭിക്കുന്ന തായ്ലൻഡിലേക്ക് കടക്കുവാൻ ഒരുങ്ങുന്നത്. ഹുന്ത ആർമി ഇഷ്യൂ ചെയ്ത നോട്ടിഫിക്കേഷൻ പ്രകാരം 18 മുതൽ 35 വയസ്സുവരെയുള്ള പുരുഷന്മാർക്കും 18 മുതൽ 27 വയസ്സുവരെയുള്ള സ്ത്രീകൾക്കുമാണ് കുറഞ്ഞത് 2 വർഷത്തേക്കെങ്കിലുമുള്ള മിലിറ്ററി സേവനം നിർബന്ധമാക്കുവാൻ പോകുന്നത്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് കളമൊരുങ്ങിയ മ്യാൻമറിൽ 2021 ജനാധിപത്യത്തെ അട്ടിമറിച്ച് ചൈന പിന്തുണയോടെ ഭരണം കൈയടക്കിയ ഹുന്ത ആർമി ഇപ്പോൾ അമേരിക്ക പിന്തുണയ്ക്കുന്ന റിബൽ ഗ്രൂപ്പിനെതിരെ പിടിച്ചു നിൽക്കുവാൻ കഷ്ടപ്പെടുകയാണ്. ഈ അവസരത്തിൽ തങ്ങളുടെ ആർമിയെ എക്സ്പാൻഡ് ചെയ്യുവാനായാണ് നിർബന്ധിത മിലിറ്ററി സേവനം എന്ന ആശയം ഹുന്ത ഡിഫൻസ് മിനിസ്ട്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെ ഒരു ഇന്ത്യൻ പെർസ്പെക്ടീവ്സിലൂടെ നോക്കുകയാണെങ്കിൽ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് നിലനിൽക്കുന്ന അയൽ രാജ്യങ്ങൾ ഇന്ത്യക്കൊരു തീരാ തലവേദനയായി മാറുവാൻ പോവുകയാണ്.